ഹലോ, LDC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെയും എഡ്യൂഗോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 5ാമത്തെ ചാപ്റ്റർ സാമ്പത്തിക സ്രോതസ്സുകളാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് സമ്പൂർണ്ണ. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് സമ്പൂർണ്ണ. ഓർത്തിരിക്കുക അത്. അടുത്തത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇവ എന്താണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പ്രാഥമിക മേഖല നോക്കാം. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഈ പ്രാഥമിക മേഖലയിൽ കൃഷിക്കാണ് പ്രാധാന്യം. പ്രാഥമിക മേഖലയിൽ പ്രാധാന്യം കൃഷിക്കാണ്. അതുകൊണ്ട് ഇതിനെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. അതുകൊണ്ട് പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്നും വിളിക്കുന്നു. അടുത്തത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള മേഖലയാണ് ദ്വിതീയ മേഖല. അതുകൊണ്ട് ഇതിനെ വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു. വ്യാവസായിക മേഖല എന്ന് വിളിക്കുന്നത് ദ്വിതീയ മേഖലയിനെയാണ്. ഓർത്തിരിക്കുക. ഈ പ്രാഥമിക മേഖലയെ പ്രൈമറി സെക്ടർ എന്നാണ് പറയുന്നത്. പ്രാഥമിക മേഖലയെ പ്രൈമറി സെക്ടർ എന്നും ദ്വിതീയ മേഖലയെ സെക്കൻഡറി സെക്ടർ എന്നുമാണ് പറയുന്നത്. അടുത്തത് പ്രാഥമിക ദ്വിതീയ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. പ്രാഥമിക ദ്വിതീയ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നു. സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്നതാണ് തൃതീയ മേഖല. സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്ന മേഖലയാണ് തൃതീയ മേഖല. ഇതിനെ ടേഴ്സറി സെക്ടർ എന്നും പറയുന്നു. സേവന മേഖല എന്നറിയപ്പെടുന്നത് തൃതീയ മേഖലയാണ്. അപ്പൊ 3 സെക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. പ്രാഥമിക മേഖല, കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് പ്രാഥമിക മേഖലയാണ്, പ്രൈമറി സെക്ടർ. കൃഷിക്കാണ് പ്രാധാന്യം. ഇനി സെക്കൻഡറി സെക്ടർ, ദ്വിതീയ മേഖല, വ്യവസായത്തിനാണ് പ്രാധാന്യം. സേവന മേഖല, ടേഴ്സറി സെക്ടർ. തൃതീയ മേഖല, സേവനത്തിനാണ് പ്രാധാന്യം. അത് 3ഉം ഓർത്തിരിക്കുക. അടുത്തത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. ഈ 3 സെക്ടേഴ്സും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാമ്പത്തിക വളർച്ച ഉണ്ടാകുകയുള്ളൂ. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായ പരുത്തി ദ്വിതീയ മേഖലയായ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാണ്. വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിന് ഗതാഗത, വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ്. ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ്. അപ്പം നമ്മൾ കണ്ടു, 3 മേഖലകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാമ്പത്തിക വളർച്ച സാധ്യമാകുള്ളൂ. അതുകൊണ്ട് 3 മേഖലയുടെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. 3 മേഖലകളും പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം പ്രാഥമിക മേഖല നോക്കാം. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഇതില് കന്നുകാലി വളർത്തലും ഉൾപ്പെടുവേ. വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം എന്നിവ വരുന്നത് പ്രാഥമിക മേഖലയിലാണ്. അടുത്തത് ദ്വിതീയ മേഖല. നമുക്കറിയാം വ്യവസായത്തിനാണ് പ്രാധാന്യം. വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. വൈദ്യുതി ഉൽപാദനം ദ്വിതീയ മേഖലയിലാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. കാരണം നമുക്ക് തൃതീയ മേഖല എഴുതാനായിട്ട് ഒരു ടെൻഡൻസി വരും. അത് ദ്വിതീയ മേഖലയാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. വൈദ്യുതി വരുന്നത് ദ്വിതീയ മേഖലയിലാണ്. അപ്പൊ ദ്വിതീയ മേഖലയിൽ വരുന്നത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. അടുത്തത് തൃതീയ മേഖല. വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. അതായത് മെഡിക്കൽ ഒക്കെ വരുന്നത് തൃതീയ മേഖലയിലാണ്. അടുത്തത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CSO. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CSO.
CSOയുടെ ഫുൾ ഫോം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണേ. ഇത് മാറിപ്പോരുത്, ഓഫീസ് എന്നാണ്. നമുക്ക് ചോദിക്കാറുണ്ട് ഇത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSOയുടെ ഫുൾ ഫോം നോട്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക. അപ്പൊ നമുക്ക് CSOനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. CSO 1951 മെയ് 2-നാണ് CSO ഫോം ചെയ്തത്. 1951 മെയ് 2-നാണ് CSO ഫോം ചെയ്തത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലാണ് CSOയുടെ ആസ്ഥാനം. ഈ CSO ഫോം ചെയ്ത സമയത്ത് അറിയപ്പെട്ടിരുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഫോം ചെയ്ത സമയത്ത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫൗണ്ടർ PC മഹലനോബിസ് ആണ്. PC മഹലനോബിസ് ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫൗണ്ടർ. ഇദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ജൂൺ 29 ആണ്. ജൂൺ 29 ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ. PC മഹലനോബിസിന്റെ ജന്മദിനമായ ജൂൺ 29 ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. 1954 ആയപ്പോഴേക്കും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നറിയപ്പെടാൻ തുടങ്ങി. ഓർഗനൈസേഷൻ. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് CSOയുടെ ഫുൾ ഫോം ചോദിക്കുമ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നും തരും, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നും തരും. പക്ഷെ ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ്. ഇപ്പൊ ചോദിച്ചാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നേ നമ്മൾ ഉത്തരം എഴുതാവുള്ളൂ. ഇത്രയും കാര്യങ്ങൾ CSOനെ കുറിച്ച് അവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി CSOയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ നോക്കാം. സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. അപ്പോൾ ആരാണ് ദേശീയ വരുമാനം കണ്ടെത്തുന്നത്? ഇന്ത്യയിൽ ആരാണ് ദേശീയ വരുമാനം കണ്ടെത്തുന്നത്? CSO. അത് ഓർത്തിരിക്കുക. CSO ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണ്ടെത്തുന്നത്. അടുത്തത്, ഇന്ത്യയിൽ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യതയുടെ ശതമാന കണക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിൽ ഓരോ വർഷത്തെയും തൊഴിൽ ലഭ്യതയുടെ ശതമാനമാണ് കൊടുത്തിട്ടുള്ളത്. 1993, 2005, 2011 ഈ 3 വർഷത്തെ കണക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രാഥമിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യതയുള്ളത്. പ്രാഥമിക മേഖലയിലാണ്. ഇത് 3 നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യതയുള്ളത് പ്രാഥമിക മേഖലയിലാണ്. അടുത്തത് ദ്വിതീയ മേഖല, തൃതീയ മേഖലയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷം കഴിയും തോറും തൊഴിൽ ലഭ്യതയുടെ ശതമാനം കൂടി വരികയാണ് അല്ലെ. ഓരോ വർഷം കഴിയും തോറും തൊഴിൽ ലഭ്യതയുടെ ശതമാനം ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും കൂടി വരികയാണ്. എന്നാൽ പ്രാഥമിക മേഖല നോക്കുകയാണെങ്കിൽ ഓരോ വർഷം കഴിയും തോറും തൊഴിൽ ലഭ്യതയുടെ ശതമാനം കുറഞ്ഞു വരികയാണ് അല്ലെ. കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പ്രാഥമിക മേഖലയിൽ തൊഴിൽ ലഭ്യതയുടെ ശതമാനം ഏറ്റവും കൂടുതലാണ്, എന്നാൽ അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓരോ വർഷം ചെല്ലും തോറും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ദ്വിതീയ, തൃതീയ മേഖലകളിൽ തൊഴിലവസരങ്ങൾ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് പ്രാഥമിക മേഖലയിലാണ്. ഇവിടെ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത്. നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രാഥമിക മേഖലയിലെ പ്രവർത്തനം വഴിയാണ്. അപ്പൊ നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് മേഖലയിലാണ്? പ്രാഥമിക മേഖലയിലാണ്. അടുത്തത് ഭക്ഷ്യോൽപാദനത്തെ കുറിച്ച് നോക്കാം. സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഇന്ത്യ പ്രാഥമിക മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ആസൂത്രണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി. നമുക്കറിയാം പഞ്ചവത്സര പദ്ധതി, 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കൃഷിക്കാണ് അല്ലെ. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക മാത്രമല്ല ഭക്ഷ്യോൽപാദനവും ഗണ്യമായി വർദ്ധിച്ചു. ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. 1970-71 മുതൽ 2011-12 ആ ഒരു കാലഘട്ടം വരെയുള്ള ഭക്ഷ്യോൽപാദനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ വർഷം കഴിയും തോറും ഭക്ഷ്യോൽപാദനം കൂടി വരികയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിലെ ഭക്ഷ്യോൽപാദന രംഗത്തുള്ള മാറ്റം നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു വരുന്നുവെന്ന് നമുക്ക് മനസ്സിലായി. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിന് കാരണം? വിതരണത്തിലെ അപാകത, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. വിതരണത്തിലെ അപാകതയും സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവുമാണ് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ഇന്നും ദാരിദ്ര്യം നിലനിൽക്കാനുള്ള പ്രധാന കാരണം.
ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. അപ്പൊ എന്താണ് ഭക്ഷ്യസുരക്ഷ? എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. അടുത്തത് ദാരിദ്ര്യം അല്ലെങ്കിൽ പൊവേർട്ടി. ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8% ആണ്. ഏറ്റവും കൂടുതൽ ബീഹാറിൽ 53.5%, ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിൽ 9.5% പോവർട്ടി റേറ്റ്. കേരളത്തിൽ 12% പോവർട്ടി റേറ്റ്. ഇത് 2011-12 സാമ്പത്തിക സർവേ പ്രകാരമുള്ള കണക്കുകളാണ്. അടുത്തത് എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് നോക്കാം. സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത? ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. അതായത് ഒരു രാജ്യത്തിന് ആവശ്യമായ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇതിനെയാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ. പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കിയും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പ്രധാന പദ്ധതികളും പരിപാടികളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സർക്കാർ പദ്ധതികൾ അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്നിവയാണ് സർക്കാർ പദ്ധതികൾ. ഇനി സർക്കാർ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംയോജിത ശിശു വികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്നിവയാണ് സർക്കാർ പരിപാടികൾ. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതികളുടെയും പരിപാടികളുടെയും ലക്ഷ്യം വിശദമാക്കുന്ന പദസൂര്യൻ കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ആദ്യത്തേത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം നൽകുന്ന പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണിത്. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്തത് അന്നപൂർണ. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് അന്നപൂർണ. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് അന്നപൂർണ. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. ഈ പദ്ധതി പ്രകാരം മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടകളിലൂടെ നൽകുന്നു. അടുത്തത് അന്ത്യോദയ അന്ന യോജന. അന്ത്യോദയ അന്ന യോജന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണിത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. ഈ പദ്ധതി പ്രകാരം മാസം 35 കിലോ അരി 3 രൂപയ്ക്കും ഗോതമ്പ് 2 രൂപയ്ക്കും ലഭിക്കും. അടുത്തത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 പേർ സ്ത്രീകളായിരിക്കണം. 1/3 സ്ത്രീകൾ ആയിരിക്കണം. അടുത്തത് ഉച്ചഭക്ഷണ പരിപാടി. എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണിത്. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. അടുത്തത് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം.
സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. അതായത് SHGകൾക്ക് സഹായം നൽകുന്നു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക്. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയുമായിരിക്കും പണം നൽകുന്നത്. അടുത്തത് സംയോജിത ശിശു വികസന പരിപാടി. അംഗൻവാടികൾ മുഖേനയാണ് ഇത് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കായിരിക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നത്. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. ഈ പദ്ധതി പ്രകാരം നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. അപ്പൊ ഇത്രയും പദ്ധതികൾ ഇമ്പോർട്ടന്റ് ആണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാനും ചാൻസ് ഉള്ള പദ്ധതികളാണിത്. പഠിച്ചു വെച്ചേക്കുക. എന്താണ് പൊതുവിതരണ സംവിധാനം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നോക്കാം. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. അതായത് റേഷൻ കട, നീതി സ്റ്റോർ, മാവേലി സ്റ്റോർ തുടങ്ങിയവയൊക്കെ പൊതുവിതരണ സംവിധാനത്തിന് ഉദാഹരണമാണ്. അത് ഓർത്തിരിക്കുക. അടുത്തത് ഭക്ഷ്യസുരക്ഷാ നിയമം. ഭക്ഷ്യസുരക്ഷാ നിയമം ചോദിച്ചിട്ടുള്ളതാണ്. വർഷം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത്. ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. അത് ഓർത്തിരിക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ അത്രയും പ്രാധാന്യം കൊടുത്തു തന്നെ പഠിച്ചു വെച്ചേക്കുക. നിയമപരമായ അവകാശമാണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എന്നത് ഓർത്തിരിക്കുക. അടുത്തത് ഇവിടെ കുറച്ച് കൊളാഷുകൾ കൊടുത്തിട്ടുണ്ട്. സബ്സിഡി വെട്ടിക്കുറച്ചു, കർഷകർ പ്രതിസന്ധിയിൽ, പ്രകൃതിക്ഷോഭം, ഭക്ഷ്യോൽപാദനം ഗണ്യമായി കുറയുന്നു, കൃഷിഭൂമികൾ വഴിമാറുന്നു, ഭക്ഷ്യോൽപാദനത്തിൽ ഗണ്യമായ കുറവ്, കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി, യന്ത്രവൽക്കരണം അസാധ്യമാക്കുന്നു. ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ചിലതാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം, കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, സബ്സിഡി കുറയ്ക്കുന്നത്, യന്ത്ര സാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്, രാസവളങ്ങളുടെ അമിത ഉപയോഗം, ഭൂമിയുടെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്തുന്നത്. ഇതെല്ലാമാണ് ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷ്യോൽപാദനം കൂടുവാനും ആവശ്യാനുസരണം വിതരണം ചെയ്യുവാനും അതുവഴി ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാനും കഴിയുകയുള്ളൂ. ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി കൂടി നമുക്ക് നോക്കാം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധമാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ആധാരം. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിൽ കാർഷിക മേഖലയാണ് ഇന്ത്യയിൽ ഇന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിലവസരങ്ങൾ കൂടി വരികയും പ്രാഥമിക മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സവിശേഷതയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കാണുന്നത്. ഭക്ഷ്യോൽപാദനം കൂടിയിട്ടും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാൻ ഇനിയും ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായവും സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തിൽ എത്തുവാൻ സഹായകമാകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ചത്. ആവശ്യമായ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ പഠിക്കുക.